ഈ ഒരു വീഡിയോ കുറേ നാൾ മുൻപ് എടുത്തതാണ് കേട്ടോ. കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു വർഷമൊക്കെ ആവാറായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് വോയിസ് ഓവർ കൊടുക്കാത്ത കാരണം അതങ്ങനെ ബാക്കിലോട്ട് പോയി പിന്നെ ഇടയ്ക്ക് മറക്കും. പിന്നെ വേറെ ഡാൻസും പരിപാടികളും ഓണം ഇതൊക്കെ ആയ കാരണം അങ്ങനെ പെൻഡിങ് ആയൊരു വീഡിയോ ആണ്. ഇതാണ് ഇത്തവണ സിംഗപ്പൂർ വന്നിട്ട് ഫസ്റ്റ് മലേഷ്യക്ക് പോയൊരു വീഡിയോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ അടുത്ത് പോയതാണ്. ഞാൻ ഇപ്പോൾ അടുത്ത് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നത്. ചേട്ടൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട് സിംഗപ്പൂരിൽ നിന്ന് ആൾക്കാർ മലേഷ്യക്ക് പോയി സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ടുവരാറുണ്ട്. JB അടുത്താണ് ഇവിടെ നിന്ന്. അപ്പോൾ JBയിൽ പോയി സാധനങ്ങൾ വാങ്ങും. അപ്പോൾ ഇവിടത്തേറ്റും പ്രൈസ് കുറവാണല്ലോ. ജോർ ബാവ്റു എന്നാണ് ശരിക്കുള്ള പേര്. അതിന് JB എന്നാണ് എല്ലാവരും ഷോർട്ട് ഫോമിൽ പറയുക. അങ്ങനെ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. സിംഗപ്പൂർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ ഒരു സംഭവം ഉണ്ടായിട്ടാ, മോളുടെ പാസ്പോർട്ട് ഇനി 1.5 മാസം കൂടിയുള്ളൂ വാലിഡിറ്റി തീരാനായിട്ട്. അപ്പോൾ ഇവിടെ ചെക്ക് പോസ്റ്റിൽ പറഞ്ഞു 6 മാസത്തെ വാലിഡിറ്റി വേണം. മലേഷ്യൻ ചെക്ക് പോസ്റ്റിൽ പോയി നോക്കൂ, നിങ്ങൾ അവിടെ നിന്ന് വിടുമോ നോക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മലേഷ്യൻ ചെക്ക് പോസ്റ്റിലെത്തി. അവിടെ ഇപ്പോൾ നല്ല തിരക്കുണ്ട്. സിംഗപ്പൂർ ചെക്ക് പോസ്റ്റിൽ അധികം തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഇവിടെ കുറച്ച് നേരം, അധികം നേരമൊന്നും വെയിറ്റ് ചെയ്യേണ്ടി വന്നില്ല. കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് അങ്ങനെ ഞങ്ങൾ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഹെഡ് ഓഫീസിൽ പോയിട്ട് ഈ കാര്യം പറഞ്ഞ് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ചേട്ടനും മോളും കൂടി ഹെഡ് ഓഫീസിൽ പോയി. അപ്പോൾ ഇവർ ഒരു ദിവസത്തേക്ക് വിസ അടിച്ചു തന്നു. എൻ്റെ മോൻ്റെയും വിസ 1 മാസത്തേക്ക് അടിച്ചു തന്നു കേട്ടോ. സാധാരണ 1 മാസത്തേക്ക് അടിക്കും. അപ്പോൾ ഈ മോളുടെ ഇപ്പോൾ ഇത് ഇങ്ങനെയായ കാരണം 1 ദിവസത്തേക്ക് അടിച്ചു തന്നു. പിന്നെ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തിട്ട് പിന്നെ ഇതൊക്കെ ശരിയായിട്ട് അങ്ങനെ വീണ്ടും യാത്ര ആരംഭിച്ചു. അപ്പോൾ ഞങ്ങളുടെ മുന്നിൽ രാജേഷിൻ്റെ കാറാണ് പോണത്. രാജേഷ് ഇടയ്ക്കിടയ്ക്ക് മലേഷ്യക്ക് പോണ ആളാണ്. ആൾക്ക് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ നന്നായി അറിയാം. അപ്പോൾ ഞങ്ങൾ രാജേഷിനെയാണ് ഞങ്ങൾ ഫോളോ ചെയ്യണത്. അങ്ങനെ ഞങ്ങൾ JBയിൽ എത്താറായപ്പോഴേക്കും നല്ല മഴ പെയ്തു കേട്ടോ. സിംഗപ്പൂരും ആ ദിവസങ്ങളിൽ നല്ല മഴ ദിവസങ്ങൾ തന്നെയായിരുന്നു. നേരെ ഞങ്ങൾ പോയത് ഒരു മാളിലേക്കാണ്. വലിയൊരു മാളാണ് കേട്ടോ അത്. അവിടെ എത്തിയപ്പോൾ ഒരു മണിയൊക്കെ ആവാറായിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വേഗം ഭക്ഷണം കഴിക്കാനിരുന്നു. ലഞ്ചിന് ഫ്രൈഡ് റൈസും ഈ കാണുന്ന ഐറ്റംസൊക്കെയാണ് കിട്ടിയത്. അത് കഴിഞ്ഞിട്ട് ഈ മാളിൽ കയറി കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ നിന്ന് വാങ്ങി. ഈ മാളിൽ നിന്ന് നമ്മുടെ ഇന്ത്യൻ ഐറ്റംസ് കുറവാണ് കിട്ടിയത്. അപ്പോൾ വെളിച്ചെണ്ണ, ഇടിയപ്പപ്പൊടി, പുട്ടുപൊടി അങ്ങനത്തെ ഐറ്റംസ് ഒന്നും കിട്ടിയില്ല. അപ്പോൾ അതിന് വേറൊരു സ്ഥലമുണ്ട് എന്ന് പറഞ്ഞ് ഇത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോയിട്ട് ആ ഒരു ഏരിയയിലേക്ക്. ഈ ഭാഗത്ത് പിന്നെ ഇങ്ങനെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറേ ബിൽഡിങ്സാണ് കേട്ടോ. ഇങ്ങനത്തെ ബിൽഡിങ്സാണ് ഇവിടെ. അപ്പോൾ ഇവിടെ കാറിൻ്റെ എന്തൊക്കെ ഐറ്റംസ് മാറ്റണം, വാങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ആ കടയിലൊക്കെ കയറി. കാറിൻ്റെ കുറച്ച് സാധനങ്ങൾ മാറ്റാനും വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു ചേട്ടന്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ JBയിലുള്ള ഈ ഒരു ഏരിയയിലേക്ക് പോണത്. അവിടെ ഇങ്ങനെ എനിക്ക് തോന്നി സിംഗപ്പൂരത്തെ ലിറ്റിൽ ഇന്ത്യയുടെ ഒരു ചെറുത് അങ്ങനത്തെ ഒരു ഫീൽ വന്നു കേട്ടോ. അവിടെ എത്തിയപ്പോൾ അമ്പലവും പൂക്കടകളും പിന്നെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റും പിന്നെ കുറേ അങ്ങനത്തെ കുറച്ച് ഏരിയ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഒരു ഏരിയയിൽ ഇങ്ങനെ ചിത്രപ്പണികളോട് കൂടിയ ചുമരുകളും ഒക്കെ ആയിട്ടുള്ള ബിൽഡിങ്സ്, മതിലിന്മയൊക്കെ നിറയെ വരച്ചിട്ട്. അപ്പം നമ്മുടെ ഫോർട്ട് കൊച്ചിയിലൊക്കെ അങ്ങനെ ഒരു ഇതുണ്ടല്ലേ, ആ ഒരു ഏരിയ ഉണ്ടല്ലോ അങ്ങനെ. പിന്നെ ഒരു സ്ഥലത്ത് കുറേ അധികം പ്രാവുകൾ ഇരുന്നിട്ട് അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് ആദ്യമായിട്ട് പോയതിൻ്റെ ഒരു കാണാനുള്ള കാഴ്ചകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇന്ത്യൻ ഷോപ്പുകൾ 2-3 ഉണ്ട്. അപ്പോൾ അവിടെ നിന്നാണ് ഈ പൊടികളൊക്കെ വാങ്ങിയത് അവിടെ നിന്നാണ്. പക്ഷെ ഞാൻ ആ ഷോപ്പിൻ്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അന്ന്. അങ്ങനെ അപ്പോൾ ഈ ഏരിയയൊക്കെ ഇങ്ങനെ ചുറ്റി നടന്ന് കണ്ടു. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നും കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഈ കാണുന്നത് വേസ്റ്റ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി വെച്ച സംഭവമാണ് കേട്ടോ. പ്ലാസ്റ്റിക് കുപ്പി കൊണ്ടൊക്കെ. ഇവിടെയൊക്കെ ഉണ്ട് JBയിൽ നിന്ന് ലണ്ടനിലേക്കും സിഡ്നിയിലേക്കൊക്കെ എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് എഴുതി വെച്ചേക്കണുണ്ടു. പിന്നെ അമ്പലത്തിൻ്റെ മുമ്പിൽ കണ്ട പൂക്കടയുടെ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് പോയി. അപ്പോൾ ഇങ്ങനെ നിരത്തി പൂക്കടകളാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ മാല കോർത്തിട്ടേക്കണം, നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ അവിടേക്ക് പോയിട്ടൊന്ന് നടന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. അന്ന് അമ്പലത്തിൽ കുംഭാഭിഷേകത്തിന് മുന്നോടിയായിട്ടാണ് തോന്നുന്നുണ്ട് പെയിൻ്റ് അടിയും കുറച്ച് പണിയൊക്കെ നടക്കായിരുന്നു. അപ്പോൾ പിന്നെ അമ്പലത്തിൽ കയറാൻ പറ്റിയില്ല. പിന്നെ അവിടെ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. അതൊരു ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആയിരുന്നു. അപ്പോൾ രാജേഷൊക്കെ ഇവിടെ സ്ഥിരം വരുന്നതാണ്. അവിടുത്തെ മെയിൻ ഐറ്റം വെള്ളയപ്പം, നാളികേരപ്പാലും ശർക്കരപ്പൊടിയാണ്. അത് ഈ തമിഴ് പീപ്പിൾസ് കൂടുതലും ആ ഒരു കോമ്പിനേഷനാണ് ഇഷ്ടപ്പെടുന്നത്. അപ്പം ഞാൻ ആദ്യമായിട്ടാണ് അത് ട്രൈ ചെയ്തത് കേട്ടോ. അതെനിക്ക് ഇഷ്ടമായി, മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമായി. ഈ ഒരു കോമ്പിനേഷൻ കഴിച്ചിട്ടില്ലാത്തവർ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് കേട്ടോ, നല്ലതാണ്. ചായ കുടിച്ച് പുറത്തിറങ്ങിയപ്പോൾ ഇങ്ങനെ ലേഡീസ് ഇവിടെ ഇരുന്ന് വഴിയോര കച്ചവടം ചെയ്യണുണ്ട്. അവരുടെ കയ്യിൽ മാല, വള, പാദസരം അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് കുറച്ചധികം സാധനങ്ങളൊക്കെ വാങ്ങി. 1 മാസത്തേക്കുള്ള ഐറ്റംസൊക്കെ ഉണ്ടാവും. 2 വീട്ടിലേക്കുള്ള സാധനങ്ങളാണ് കേട്ടോ ഈ കാണുന്നത്.
ഇവിടെ നിന്ന് ഞങ്ങൾക്ക് പച്ചക്കറി ഒന്നും അധികം കിട്ടിയിട്ടില്ല കേട്ടോ. സിംഗപ്പൂർ എല്ലാ പച്ചക്കറിയും കിട്ടും. പിന്നെ നോൺ വെജ് ഐറ്റംസ് ഇവിടെ നിന്ന് വാങ്ങി കൊണ്ടുപോകാൻ പാടില്ല എന്നൊരു റൂളുണ്ട്. പിന്നെ ഫ്രൂട്ട്സൊക്കെ കിട്ടി, നല്ല ഫ്രൂട്ട്സൊക്കെ ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് സിംഗപ്പൂർക്ക് തിരിച്ചു. അന്നത്തെ യാത്ര അങ്ങനെ അവസാനിക്കുകയാണ്. അപ്പോൾ തിരിച്ചു പോകുമ്പോൾ ഈ 2 കാറിലും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടാണ് പോണേ. സിംഗപ്പൂരിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഇങ്ങോട്ട് എത്താനുള്ള പെട്രോളും കൊണ്ട് മാത്രം ഇങ്ങോട്ട് വരാൻ പാടില്ല. അവിടെ എഴുതി വെച്ചിട്ട് തന്നെ ഉണ്ട് ഇങ്ങനെ 3/4 ഭാഗം പെട്രോൾ ഓരോ വണ്ടിയിലും ഉണ്ടാവണമെന്ന്. പിന്നെ ഇവിടെയൊക്കെ കണ്ട് തിരിച്ചു പോകുമ്പോൾ എല്ലാവരും ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചിട്ടേ പോവുള്ളൂ. തിരിച്ചു പോരുമ്പോൾ 2 ചെക്ക് പോസ്റ്റിലും അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം വേഗം സുഖമായിട്ട് എത്താൻ പറ്റി. അങ്ങനെ ഇന്നത്തെ യാത്ര ഇവിടെ തീരാണ്. ഇതായിരുന്നു ഫസ്റ്റ് വീട്ടിലേക്കുള്ള ഐറ്റംസ് വാങ്ങാൻ പോയ യാത്ര. പിന്നീട് ഒരു തവണയും കൂടി ഞാൻ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെയൊക്കെ പോകുമ്പോൾ ചേട്ടനും രാജേഷും കൂടി പോവുള്ളൂ. ഞാൻ ലിസ്റ്റ് എഴുതി കൊടുക്കും, അപ്പോൾ അവർ പോയി വാങ്ങിക്കൊണ്ടുവരും. അങ്ങനെയാണ് ചെയ്യാറ്. ഞാൻ നേരത്തെ പറഞ്ഞത് തെറ്റിയിട്ടാ. മലേഷ്യൻ ചെക്ക് പോസ്റ്റിൽ ഒരുവിധം തിരക്കുണ്ടായിരുന്നു. അതേ ഇത്ര അധികം വണ്ടികൾ കിടക്കുന്ന കണ്ടപ്പോഴാണ് എനിക്കത് ഓർമ്മ വന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് നേരമൊക്കെ കിടക്കേണ്ടി വന്നു. അധികം നേരമൊന്നും വെയിറ്റ് ചെയ്തില്ല കേട്ടോ. സിംഗപ്പൂരിൽ നിന്ന് ബസ് സർവീസ് ഉണ്ട് JBയിലേക്ക്. അതിൽ പോയിട്ട് വരുന്നവരുണ്ട് കേട്ടോ. സ്ഥിരം പോയി വരുന്നവരൊക്കെ ഉണ്ടാവും, ജോലിക്കായിട്ട് പോണവരുണ്ടാവും. പിന്നെ ഇങ്ങനെ ഐറ്റംസൊക്കെ വാങ്ങാൻ പോണവരുണ്ട് ഇത്ര ഇഷ്ടം പോലെ. പിന്നെ ഇവിടെ ഒരു പ്രീമിയം ഔട്ട്ലെറ്റ് ഉണ്ട് ഈ JBയിൽ. അപ്പോൾ അവിടേക്ക് ഇപ്പോൾ സ്പെഷ്യൽ ബസ് വന്നിട്ടുണ്ടെന്നാണ് പറയണത്. അങ്ങനെ ഞങ്ങൾ സിംഗപ്പൂർ ചെക്ക് പോസ്റ്റും എത്തി. അവിടെ നിന്ന് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.